കേരളത്തിലെ 14 ജില്ലകളുടെ രാഷ്ട്രീയ ചരിത്രം ചികയുമ്പോൾ എല്ലാ ഘട്ടത്തിലും അല്ലെങ്കിൽ മിക്ക ഘട്ടങ്ങളിലും UDFിനോടും കോൺഗ്രസിനോടും ചേർന്ന് നിന്നിട്ടുള്ള ഒരു ജില്ലയാണ് കോട്ടയം. എറണാകുളം ജില്ല കഴിഞ്ഞാൽ ഒരു പരിധിവരെ UDFിന് ഏറ്റവും സ്വാധീനമുള്ള ജില്ലകളിലൊന്നും കോട്ടയമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിലെമ്പാടും UDFിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമ്പോഴും കോട്ടയം ജില്ല പലപ്പോഴും UDFിനെയും കോൺഗ്രസിനെയും ചേർത്ത് നിർത്തുന്നതും നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിനൊരു അപവാദമെന്ന് പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു 2020 മുതൽ 25 വരെയുള്ള തെരഞ്ഞെടുപ്പ് കാലഘട്ടം എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. ഇത് 2020 നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും 2021 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും UDFിന് വലിയ തിരിച്ചടിയുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. 2020 നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കുത്തകയാക്കി UDF ഭരിച്ചിരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ പോലും UDFിന് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിനു പിന്നാലെ 2021 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കോട്ടയത്തെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും വിജയം നേടുവാൻ LDFിനാണ് കഴിഞ്ഞത്. ആകെയുള്ള 9 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF 5 നിയമസഭാ മണ്ഡലങ്ങൾ നേടിയെടുത്തപ്പോൾ UDFിന് കേവലം 4 നിയമസഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് വിജയം നേടാൻ സാധിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് നോക്കിയാലും ജില്ലയിലെ മുനിസിപ്പാലിറ്റികളിൽ മാത്രമായിരുന്നു UDFിന് നേരിയ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നത് എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. എല്ലാ ഘട്ടത്തിലും കോട്ടയം ജില്ലയെപ്പോലെ തന്നെ UDFിനൊപ്പം പ്രത്യേകിച്ച് കോൺഗ്രസിനൊപ്പം അടിയുറച്ചു നിന്നിട്ടുള്ള ഒരു തദ്ദേശ സ്ഥാപനമാണ് കോട്ടയം നഗരസഭ എന്ന് പറയുന്നത്. പതിറ്റാണ്ടുകളായി UDF അധികാരം നിയന്ത്രിക്കുന്ന ഈ നഗരസഭയിലും 2020 UDFിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. 2020 UDFിന് ഒറ്റയ്ക്ക് 21 സീറ്റുകളാണ് ലഭിച്ചത്. ഇടതുമുന്നണിക്ക് 22 സീറ്റുകളും ലഭിച്ചു. എന്നാൽ സ്വതന്ത്രയായി വിജയിച്ച ബിൻസി സെബാസ്റ്റ്യനെ ചേർത്ത് നിർത്തി നറുക്കെടുപ്പിൻ്റെ ആനുകൂല്യത്തിലാണ് UDF നഗരസഭയുടെ ഭരണം കഴിഞ്ഞ 5 വർഷക്കാലവും നിയന്ത്രിച്ചത്. ഈ ഘട്ടത്തിൽ UDFിന് വലിയ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ പല അഴിമതി ആരോപണങ്ങളും ഇടതുമുന്നണി മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ അതൊന്നും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭരണ നേതൃത്വത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള ക്രമക്കേടുകളല്ല എന്നും ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകളാണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞതിൻ്റെ ആനുകൂല്യത്തിൽ കൂടിയാണ് സംസ്ഥാനത്തെമ്പാടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ കോട്ടയം നഗരസഭയിലും അത് ആവർത്തിക്കപ്പെട്ടത്. 2020 നടന്ന തിരഞ്ഞെടുപ്പിൽ നറുക്കിൻ്റെ ആനുകൂല്യത്തിൽ നഗരഭരണം പിടിച്ചെടുത്ത കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UDFിനെ സംബന്ധിച്ചിടത്തോളം 2025 ഫലം പുറത്തു വരുമ്പോൾ ആകെയുള്ള 53 സീറ്റുകളിൽ 32 നേടിയാണ് UDF ഇവിടെ അധികാരം സുഗമമായി ഉറപ്പിക്കുന്നത്. കോട്ടയം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം 2025 ഡിസംബർ മാസം അധികാരം ഏറ്റെടുക്കുവാൻ പോകുന്ന ഭരണസമിതി എന്ന് പറയുന്നതിന് ചില കൗതുകങ്ങൾ കൂടിയുണ്ട് എന്നും നാം ഓർക്കേണ്ടതാണ്. ഒരു പതിറ്റാണ്ട് കാലമായി, കൃത്യമായി പറഞ്ഞാൽ 10 വർഷക്കാലമായി കോട്ടയം നഗരസഭയുടെ അധ്യക്ഷ പദവിയിലിരിക്കുന്നത് വനിതാ പ്രതിനിധികളാണ്. 2015-20 കാലഘട്ടത്തിൽ കോട്ടയം നഗരസഭയുടെ അധ്യക്ഷ പദവി പിന്നോക്ക വിഭാഗ സംവരണമായിരുന്നു. എന്നാൽ ആ ഘട്ടത്തിൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ UDFിന് വേണ്ടി പുരുഷന്മാരാരും പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വിജയിക്കാത്തതുകൊണ്ട് ഡോക്ടർ സോനയ്ക്ക് 5 വർഷവും നഗരസഭാ അധ്യക്ഷ പദവി ലഭിക്കുകയായിരുന്നു. പിന്നാലെ 2020-25 കാലഘട്ടത്തിൽ കോട്ടയം നഗരസഭയുടെ അധ്യക്ഷ പദവി വനിതാ സംവരണമായി തീർന്നതോടെയാണ് തുടർച്ചയായ 2 ടേമുകളിൽ കോട്ടയം നഗരസഭയ്ക്ക് വനിതാ അധ്യക്ഷന്മാരെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ടായത്. അങ്ങനെ നോക്കുമ്പോൾ 10 വർഷത്തിന് ശേഷമാണ് കോൺഗ്രസിൻ്റെ ഒരു പുരുഷ പ്രതിനിധി കോട്ടയം നഗരസഭയുടെ ചെയർമാനാകാൻ പോകുന്നത് എന്നതാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ള കൗതുകം. കോട്ടയം നഗരസഭയിൽ ചെയർമാൻ പദവി വീതം വെക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കൗൺസിലർമാരിൽ നിന്നും ബഹുഭൂരിപക്ഷം ഉയർത്തിക്കാട്ടുന്നത്. അതിന് ചില കൃത്യമായ കാരണങ്ങളും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് ബലാബലത്തിൽ ഇപ്പോൾ AI ഗ്രൂപ്പുകൾ മാത്രമല്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗം കൂടി ശക്തമായി നിലയുറപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ വിഭാഗം നഗരസഭാ അധ്യക്ഷ പദവിയിലേക്ക് ഈ ഘട്ടത്തിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. എന്നാൽ നഗരസഭാ അധ്യക്ഷ പദവിയിലേക്ക് I ഗ്രൂപ്പിൽ നിന്നും A ഗ്രൂപ്പിൽ നിന്നുമായി ഒന്നിലധികം പേർ ശക്തമായ ചരടുവലികളുമായി രംഗത്തുണ്ട്. A ഗ്രൂപ്പിൽ നിന്നും മുൻ ചെയർമാൻ, അതായത് 2 വട്ടം ചെയർമാനായിട്ടുള്ള MP സന്തോഷ് കുമാറിൻ്റെ പേരാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. സന്തോഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയം നഗരസഭയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ഏറ്റവും കരുത്തനായ ഒരു നേതാവ് കൂടിയാണ് സന്തോഷ് കുമാർ. വ്യക്തമായ ട്രേഡ് യൂണിയൻ പാരമ്പര്യത്തിൻ്റെ പിൻബലത്തിലാണ് നഗരസഭാ കൗൺസിലിലേക്ക് സന്തോഷ് കുമാർ കടന്നു വരുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി മുതിർന്ന കൗൺസിലർമാരായ മുൻ ചെയർമാൻമാരായ സണ്ണി കല്ലൂർ ഉൾപ്പെടെയുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് സന്തോഷിനെ നഗരസഭയുടെ അധ്യക്ഷ പദവിയിലേക്ക് ആദ്യമായി കൊണ്ടുവരുന്നത്.
പിന്നീട് അദ്ദേഹത്തിൻ്റെ പത്നിയായ ബിന്ദു സന്തോഷ് കുമാറിനും നഗരസഭയുടെ അധ്യക്ഷ ഉപാധ്യക്ഷ പദവികൾ അലങ്കരിക്കുവാൻ പാർട്ടി അവസരം നൽകുകയും ചെയ്തു. 2 ടേമുകളിലായിട്ടാണ് സന്തോഷ് കുമാർ കോട്ടയം നഗരത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ നഗരസഭാ അധ്യക്ഷൻ എന്ന പദവിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരു പതിറ്റാണ്ടിന് ശേഷം വീണ്ടും ഇത്തരത്തിൽ ഒരു ജനറൽ കാറ്റഗറിയിൽപ്പെട്ട വ്യക്തിക്ക് നഗരസഭയുടെ അധ്യക്ഷ പദവി ലഭിക്കുമ്പോൾ കോൺഗ്രസിന് ആ പ്രതിനിധിയെ ലഭിക്കുമെന്ന് ഉറപ്പുള്ള കാലഘട്ടത്തിൽ സന്തോഷ് കുമാറിന് വേണ്ടിയിട്ടാണ് എ ഗ്രൂപ്പ് ഒരുപോലെ മുറവിളി ഉയർത്തുന്നത്. എന്നാൽ സന്തോഷ് കുമാറിന് പകരക്കാരനായി ഇത്തവണ ഒരു യുവമുഖത്തെ, ഒരു പുതുമുഖത്തെ അവതരിപ്പിക്കണമെന്ന വാദം ഗ്രൂപ്പിന് അതീതമായി കോൺഗ്രസിൽ നിന്ന് ഉയർന്നു വരുന്നത് ഏറെ കൗതുകകരമായ ഒരു കാഴ്ചയാണ്. അവർ ഒരുപോലെ മുന്നോട്ട് വയ്ക്കുന്നത് യുവ കൗൺസിലറായ അഡ്വക്കേറ്റ് ടോം കോര അഞ്ചേരിയുടെ പേരാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഉപാധ്യക്ഷൻ, സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ സംഘടനാ പ്രവർത്തനത്തിലൂടെ മുനിസിപ്പൽ രാഷ്ട്രീയത്തിലേക്ക്, മുനിസിപ്പൽ കൗൺസിലർ പദവിയിലേക്ക് ചുവടുവെച്ച വ്യക്തിത്വമാണ് ടോം കോരയുടേത്. ടോം കോരയെ സംബന്ധിച്ച് 2020-ലും 2025-ലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ CPMൻ്റെ ഹെവി വെയ്റ്റ് സ്ഥാനാർത്ഥികളെ വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി എന്ന ഖ്യാതിയോടുകൂടിയാണ് അദ്ദേഹം 2 വട്ടവും തെരഞ്ഞെടുക്കപ്പെട്ടത്. 2020-ൽ CPMൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറാകുമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന സത്യനേശനെയും 2025-ൽ അതുപോലെ തന്നെ CPMൻ്റെ ഏറ്റവും സീനിയറും കരുത്തനുമായ നേതാവായ സച്ചിദാനന്ദ നായിക്കിനെയുമാണ് ടോം കോര പരാജയപ്പെടുത്തിയത്. 2025-ൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി 500-ലധികം വോട്ടുകൾക്കാണ് സച്ചിദാനന്ദ നായിക്കിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടോം കോര നഗരസഭാ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ വിദ്യാസമ്പന്നനായ, ജനപ്രിയനായ ഒരു പുതുമുഖത്തെ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിച്ചാൽ മറ്റു ചില ഗുണങ്ങൾ കൂടി കോൺഗ്രസ് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണമാണ് 2020-25 കാലഘട്ടത്തിലെ ഭരണസമിതി നേരിട്ടിരുന്നത്. അതിനാൽ തന്നെ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുന്നു എന്ന സന്ദേശം നൽകുവാൻ ടോമിൻ്റെ ചെയർമാൻ പദവിക്ക് സാധിക്കുമെന്ന് ഒരു വിഭാഗം ശക്തമായ വാദമുഖം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോട്ടയം നഗരസഭയ്ക്ക് ഒരു ചെയർമാനെ നിർണ്ണയിക്കുമ്പോൾ ചില സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിക്കണമെന്ന ആവശ്യവും പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പിനതീതമായി ഉയർന്നു വരുന്നുണ്ട്. MP സന്തോഷ് കുമാർ ഈഴവ വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള നേതാവാണ്. നിലവിൽ കോട്ടയം DCC അധ്യക്ഷനായ നാട്ടകം സുരേഷും ഈഴവ വിഭാഗത്തിൻ്റെ പ്രതിനിധി തന്നെയാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിച്ചേരുമെന്ന് വിലയിരുത്തപ്പെടുന്ന പുതുമുഖമായ PK വൈശാഖും ഈഴവ വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ്. അതുപോലെ തന്നെ കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് ആദ്യ ടൈമിൽ അധ്യക്ഷനാകും എന്ന് വിലയിരുത്തപ്പെടുന്ന ജോഷി ഫിലിപ്പ് കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ്. കോട്ടയം UDFൻ്റെ കൺവീനറായിട്ടുള്ള KPCC ജനറൽ സെക്രട്ടറി കൂടിയായ കോൺഗ്രസ് നേതാവ് ഫിൽസൺ മാത്യു യാക്കോബായ വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ്. കോട്ടയത്തെ KPCC ഭാരവാഹികളുടെ എണ്ണം നോക്കുമ്പോഴും കത്തോലിക്ക വിഭാഗത്തിന് വലിയ ആധിപത്യമുള്ളതായി കാണാൻ കഴിയും. ജോഷി ഫിലിപ്പിനെ കൂടാതെ മുൻ DCC അധ്യക്ഷനും KPCC ജനറൽ സെക്രട്ടറിയുമായ ടോമി കല്ലാനിയും, INTUC ജില്ലാ അധ്യക്ഷനും KPCC ജനറൽ സെക്രട്ടറിയായ ഫിലിപ്പ് ജോസഫും, KC വേണുഗോപാലിൻ്റെ പിന്തുണയോടുകൂടി KPCC ജനറൽ സെക്രട്ടറി പദവിയിലെത്തിയ ജോസി സെബാസ്റ്റ്യനും കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള മറ്റ് നേതാക്കളാണ്. അതുപോലെ ന്യൂനപക്ഷ മുസ്ലിം വിഭാഗത്തെ പ്രതിനിധീകരിച്ച് കോട്ടയത്ത് നിന്ന് PA സലീമും KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്. ഇനി ജില്ലയിൽ നിന്നുള്ള MLAമാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നായർ സമുദായത്തിൽ നിന്നുള്ളയാളാണ്. പുതുപ്പള്ളി MLA ആയ ചാണ്ടി ഉമ്മൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. UDFൻ്റെ മറ്റ് MLAമാരായ മോൻസ് ജോസഫും മാണി C കാപ്പനും കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. താരതമ്യേന ഓർത്തഡോക്സ് വിഭാഗത്തിന് വലിയ മേൽക്കൈയുള്ള കോട്ടയം ജില്ലയിൽ ഉമ്മൻചാണ്ടിയുടെ കാലശേഷം അർഹതപ്പെട്ട പ്രാതിനിധ്യം അല്ലെങ്കിൽ അംഗീകാരം കോൺഗ്രസിനുള്ളിൽ അവർക്ക് ലഭിക്കുന്നില്ല എന്ന ആക്ഷേപങ്ങൾ കൂടി സജീവമായിരിക്കെ ടോം കോരയെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തിക്കേണ്ടത് ഒരു അനിവാര്യതയാണെന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഈ ഘട്ടത്തിൽ, നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ഈ ഘട്ടത്തിൽ UDFനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും കോട്ടയത്തിൻ്റെ നഗരപിതാവ് അനുഭവസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം, അയാൾക്ക് ഭരണത്തിൽ മുൻ പരിചയമുണ്ടാവണം എന്നുള്ള വാദഗതികൾ സന്തോഷ് കുമാറിനെ അനുകൂലിക്കുന്നവരും മുന്നോട്ട് വെക്കുന്നുണ്ട്. സന്തോഷ് കുമാറിനെ സംബന്ധിച്ച് 2020-25 കാലഘട്ടങ്ങളിൽ കോട്ടയം നഗരസഭയുടെ വൈസ് ചെയർമാനായിരുന്ന, കോട്ടയം നഗരസഭയുടെ മുൻ ചെയർമാനായിട്ടുള്ള B ഗോപകുമാറും അദ്ദേഹവും തമ്മിൽ മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിലും കൗൺസിൽ യോഗങ്ങളിലും നടന്നിട്ടുള്ള പരസ്യമായ വിഴുപ്പലക്കലുകൾ സന്തോഷിന് ഒരു ഡിസഡ്വാൻറ്റേജായി മാറുമെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സന്തോഷ് കുമാറിനും ടോം കോരയ്ക്കും ഇടയിൽ കോട്ടയം നഗരസഭാ അധ്യക്ഷ പദവി 2.5 വർഷങ്ങളായി വീതം വെക്കുവാനുള്ള സാധ്യതകളാണ് സജീവമാകുന്നത്. ഈ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം ഏറെക്കുറെ എത്തിക്കഴിഞ്ഞുവെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട വടംവലി ഉണ്ടാകുക ഇതിൽ ആരാകും ആദ്യ ടേമിൽ ചെയർമാൻ ആകേണ്ടത് എന്നതിനെ ചൊല്ലിയാണ്.
നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ടോം കോര അധ്യക്ഷ പദവിയിലേക്ക് എത്തിയാൽ കോട്ടയത്ത് ഒരു മാറ്റത്തിന് തുടക്കമായി എന്ന പ്രതീതി ജനങ്ങൾക്ക് നൽകുവാനും ഒരു പുതുമ സൃഷ്ടിക്കുവാനും അദ്ദേഹത്തിന് സാധിക്കുമെന്നും പൊതുവിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും ടോം കോരയും MP സന്തോഷ് കുമാറും കോട്ടയം നഗരസഭയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാക്കുവാൻ കഴിയുന്ന ഒരു ഘട്ടമാണിത്. എന്നാൽ ആരായിരിക്കും ആദ്യ ടേമിൽ ചെയർമാനാകുക എന്ന കാര്യത്തിൽ ഒരു ശക്തമായ സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഡിസംബർ 26-ാം തീയതിയാണ്. അതിനാൽ തന്നെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിലും ഒരു അന്തിമ തീരുമാനം പാർട്ടി നേതൃത്വം കൈക്കൊള്ളേണ്ടി വരും. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.